എന്റെയും സുഭദ്രയുടെയും വിവാഹം നിശ്ചയിച്ചു. കത്ത് ഇന്ന് അടിച്ചു കിട്ടിയത്. ആദ്യത്തെ കത്ത് നിനക്ക് തന്നെ തരണമെന്ന് എൻ്റെ ആഗ്രഹം. വീട്ടിലും ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ അന്വേഷിച്ചു. ഏതായാലും കണ്ട സ്ഥിതിക്ക് ഇതങ്ങ് തന്നേക്കാം. ഇവിടെ വെച്ച് വരുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? 14-ാം തീയതി കാലത്ത് 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഈയഞ്ചേരി തറവാട്ടിൽ വെച്ച് കല്യാണം. താങ്കൾ കുടുംബസമേതം വരണം, അനുഗ്രഹിക്കണം. ഒരു മത്സരത്തിനോ വെല്ലുവിളിക്കോ ഒന്നും ഞാനില്ല. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. സുഭദ്ര അവൾ എന്റെ പെണ്ണ, അവളെ എനിക്ക് വേണം. കുട്ടിക്കാലത്ത് മണപ്പുറത്ത് കളിച്ചു കിടക്കുമ്പോൾ ആവശ്യം കഴിഞ്ഞ് ആരോ വലിച്ചെറിഞ്ഞൊരു കളിപ്പാട്ടം അത് മറ്റൊരുത്തിനടുത്ത് കളിക്കാൻ തുടങ്ങുമ്പോൾ അതെന്റേതാണെന്ന് പറഞ്ഞ് വാശിയോടെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന പക്വതയില്ലാത്ത മനസ്സിന്റെ പുലമ്പൽ പോലെ തോന്നിയിരിക്കുന്നത്. അല്ല, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ലോകത്ത് എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് സുഭദ്ര മാത്രമാണ്. എങ്കിലും നേരത്തെ ആവാമായിരുന്നല്ലോ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണമായിരുന്നു നീ. അത് ഒന്നുമില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരാ. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല, അവൾക്കും. എത്രയോ ദിവസങ്ങൾ, അത്രയല്ലേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ സുഭദ്രയെ മനസ്സിൽ ആഗ്രഹിച്ചു പോയാണ് ഞാൻ. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം നേടിയെടുക്കുന്ന വാശി എനിക്കിപ്പോ. അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. സമ്മതിക്കില്ല കേശവൻകുട്ടി, ഞാൻ സമ്മതിക്കില്ല. എന്റെ ചങ്ക് പറിച്ചെടുത്തോണ്ട് പോവാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. എന്താ തണുത്ത കളി? എന്താ ഇതൊന്ന് വേഗം ആഞ്ഞിട്ട് എന്റെ നാരായണേ. നിന്നെ പണ്ടത്തെ ഇട്ടൊക്കെ പോയപ്പോ എന്റെ കുഞ്ഞുണ്ണിയേട്ടാ, ആ കാലമൊക്കെ പോയില്ലേ? പണ്ടത്തെ ഒലയ്ക്ക് വല്ലൊക്കെ ആണോ ഇപ്പോ? എല്ലാം കുഞ്ഞുണ്ണിയേട്ടന്റെ കോലത്തിലല്ലേ ഇരിക്കുന്നത്? ഓ ഇങ്ങനെ ചിരിച്ചാൽ മാത്രമുള്ള തമാശ ഉണ്ടായി. നിന്നോട് എല്ലാവിധ മംഗളാശംസകളും അറിയിക്കാൻ പറഞ്ഞയച്ചിരിക്കുക മേജർ മകൻ സിംഗ്. മകൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ പുള്ളിയുടെ ഒരു നോട്ടം നിന്റെ വേൻസാബിൽ ഉണ്ടായിരിക്കും. പിന്നെ അത് പുള്ളിക്കാരന്റെ ഒരു വീക്ക്നെസ്സാ. ഇത് കേശവൻകുട്ടി വാങ്ങിച്ചതാ. 6 പവനെയോ കാണട്ടെ. നല്ല പണിത്തരം. നമ്മുടെ കൗസല്യയുടെ താലിച്ചേനി ഇതുപോലെ തന്നെയുണ്ട്. അതെ, ഇത്രയൊന്നും കാണില്ല. നിങ്ങളെ പോലെയൊക്കെ ആകും അവർക്ക്. ആ, അത് ശരിയാ. മുഹൂർത്തായി, വധൂരമ്മനെ വിളിക്കാ. അതെ, മുഹൂർത്തായി. സുഭദ്ര വിളിച്ചോളൂ. സുഭദ്രേ, സുഭദ്രേ, വാതിൽ തുറക്ക്. സുഭദ്രേ, സുഭദ്രേ, വാതിൽ തുറക്ക്. സുഭദ്രേ, സുഭദ്രേ, വാതിൽ തുറക്കണില്ല. എന്റെ ഭഗവാനെ! സുഭദ്രേ, സുഭദ്രേ, വാതിൽ തുറക്കണില്ല. മോളെ സുഭദ്രേ, നീ അമ്മയെ പേടിപ്പിച്ചു കളഞ്ഞില്ല കുട്ടി. എന്തു പറ്റി മോളെ? ഒന്നുമില്ല, എല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാ മതി. വാ, മുഹൂർത്തം തെറ്റണ്ട. കെട്ടിക്കോളൂ സുഭദ്രേ. എന്താണ് നിനക്ക് ഇവിടെ കാര്യം? ഇറങ്ങി പോടാ. ഇറങ്ങി പോവാൻ തന്നെയാ വന്നിരിക്കുന്നത്. പക്ഷെ തനിച്ചല്ല, കൂടെ സുഭദ്ര ഉണ്ടാവും. വാസു, നാരായണ, ഈ പട്ടി കഴിവറ ചവിട്ടി പുറത്താക്ക്.
കുത്തിപ്പണ്ട ഞാൻ പുറത്തേക്ക് ആർക്കാരായിരിക്കേണ്ടത്? അതെ, മുഹൂർത്തം കഴിയാറായി. എടോ ശ്രീധര, ദൈവത്തോർത്ത് നീ ഒന്ന് ഇറങ്ങിപ്പോ. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. എന്ത് ചടങ്ങ്? ചടങ്ങെല്ലാം ഭംഗിയായി ഞാൻ നടത്തിത്തരാം. മാറോ? എന്താണ് അതിന്റെ ഉദ്ദേശം? മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്റെ ശാപം വീഴൂടെ? വീട്ടടാ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുകിൽ സുഭദ്രയോടൊപ്പം ജീവനോടെ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും. എന്തിനും ശ്രീധരൻ തയ്യാറാ. സുഭദ്ര, ഇറങ്ങി വാ സുഭദ്ര. ഒരിക്കൽ അവളെ കൊണ്ടുപോയി കൊന്നതല്ലേ നീ, എന്നിട്ട് നിനക്ക് തൃപ്തിയായില്ലേ? വെറുതെ ഇറന്ന് പിടയ്ക്കേണ്ട പത്മനാഭനായരെ. നിങ്ങളെല്ലാം കൂടെ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലമാ ഞാനും സുഭദ്രയിൽ നിന്ന് അനുഭവിക്കുന്നത്. പത്മനാഭൻ എന്ത് ചെയ്തു നീ പറയുന്നത്? എന്നെ കൊണ്ട് അത് ഇവിടെ വെച്ച് പറയിക്കണോ? മന്ദരെ പോലെ ചുരുണ്ടു കൊടുക്കണമെന്ന് നിങ്ങൾക്കും ഈ മഹാഭാവത്തിൽ പങ്കില്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിന്നും തല്ലിന്നും ഒക്കെ വരും. ജീവിതമാകുമ്പോ അതൊക്കെ പതിവാ. എന്നാൽ അച്ഛനമ്മമാരുടെ കഴിവ് അവരെ യോജിപ്പിക്കുന്നില്ല. അല്ലാതെ കേസും കോടതിയും വക്കീലും ഡൈവേഴ്സ് നോട്ടീസും കാണിച്ചു വരട്ടി രണ്ട് ആത്മാക്കളെ പിച്ചു ചിന്തുന്നതിലല്ല. നിർത്തണം നിന്റെ പ്രസംഗം. ഇല്ല, എല്ലാം എനിക്ക് പറയണം. ഇന്നത്തോടെ എല്ലാം പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കണം. സുഭദ്രേ, എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നിന്റെ വയറ്റിൽ ജനിച്ച കുഞ്ഞ് എന്റെ കാലനാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്തു പോയ അപരാധത്തിന്റെ പേരിൽ കുറ്റബോധം കൊണ്ട് ഉരുകി ഉരുകി കഴിയുന്ന എന്റെ അമ്മമാരെ ചവിട്ടി പുറത്താക്കണോ ഞാൻ? പറയൂ. ദുർവാശി കാണിക്കുകയായിരുന്നില്ലേ നീ എന്നോട്? ഇനി അഥവാ വേറെ വല്ല തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 വട്ടം മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനും തയ്യാറായി ഇവിടെ കയറി വന്നതല്ലേ ഞാൻ? അപ്പോഴൊക്കെ ഒരു പുഴുത്ത പട്ടിയെ പോലെ നീ എന്നെ ആട്ടി ഇറക്കിയില്ലേ? എല്ലാരും കൂടെ എന്നെ തല്ലിച്ചതച്ചില്ലേ? വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് മാപ്പ് പറയാം. അത്രയ്ക്ക് മനസ്സുകൊണ്ട് സ്നേഹിക്കുക. മരിച്ചു മണ്ണടിഞ്ഞാലും നീ അല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ മനസ്സിലുണ്ടാവില്ല സുഭദ്ര. ആരെതിർത്താലും നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. മുഹൂർത്തം കഴിയാറായി. താമിണ്ടി പോകരുത്. തന്റെ നാക്കിൽ ഞാൻ കത്തിയാച്ചും. മുഹൂർത്തം അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിക്കും. മാറി നിൽക്കടാ. കേശുട്ടി, നോക്കി നിൽക്കാൻ അവളുടെ കഴുത്തെ കെട്ട്. ചെല്ലേ. എടാ, ഇനി നോക്കി നിൽക്കാതെ ഇവന്റെ കഴുത്ത് കെട്ടി എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളൂ. മാറി നിൽക്കണം കൊണ്ട്. സുഭദ്രേ, നീ താടി എവിടെ പോണ നിന്റെ ചങ്കൂറ്റം? കെട്ടായി അവളുടെ കഴുത്തില്. വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. കേശവൻകുട്ടി, അതെ, സുഭദ്രയുടെ മനസ്സിലെവിടെയെങ്കിലും എന്നോടൊരു പൊടി സ്നേഹമില്ലാതെ ബലാത്കാരായിട്ട് ഞാൻ ഈ താലി കെട്ടിയിട്ടുണ്ട്. ഞാനാ വീട്ടി സുഭദ്രക്കെങ്കിലും പറയായിരുന്നു എന്നോട്. അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുന്ന പേടിച്ച ഓർക്കണം. ശ്രീധര, വാശിയുടെ പേരിൽ അർഹിക്കപ്പെടാത്തൊന്നും തട്ടിയെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. കേശവൻകുട്ടി, നീയും മിണ്ടരുത്. ഒന്നിച്ചു പോയ രണ്ട് ആത്മാക്കളെ തമ്മിൽ വേർപിരിച്ചിട്ട് അമ്മാവൻ എന്ത് നേടി? പൊക്കിപ്പിടിച്ചിരുന്ന ഈഞ്ചേരി തറവാടിന്റെ മഹാത്മ്യം വീണ്ടും ആയിരുന്നോ? ഇനിയെങ്കിലും നല്ലൊരു അച്ഛനാവാൻ ശ്രമിക്കാം. ശ്രീധര, ഇത് വളരെ കരുതിക്കട്ടെ. വേണ്ട. മുമ്പ് കൊലക്കയറെന്ന് പറഞ്ഞ് എറിഞ്ഞു തന്നായത് ഞാൻ ഇത് തന്നെ കെട്ടിക്കൊള്ളാം. ഞാൻ സമ്മതിക്കില്ല. വെറുതെ ബഹളം വെക്കണ്ട കേശുട്ടി. ഇതേ നടക്കൂ. ശ്രീധര, കെട്ട്. നോക്കിയിരിക്കാണ്ട് കോട്ടോടോ കോട്ട്. അവിടെ നിൽക്കുക. ഈ മാല കഴുത്തിലിട്ടിട്ട് 3 പ്രാവശ്യം ചുറ്റിക്കോളൂ. അങ്ങനെ മാറിയിരിക്കുക. ഇനി അതിന്റെ ആവശ്യമൊന്നും തോന്നണില്ല. കാരണം സുഭദ്ര സ്വന്താക്കാൻ വേണ്ടി ശ്രീധരൻ കുറെ നാളായി സുഭദ്രയുടെ പിന്നാലെ കടന്ന് ചുറ്റണത്. ഇനി നിങ്ങളെല്ലാരും കൂടി ചുറ്റിക്കാണ്ടിരുന്നാ മതി. അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യും. ഇത് തന്റെ കഴുത്തിലിട്ട് താൻ ആ പറമ്പിൽ അങ്ങനെ പോയിട്ട് തല ചുറ്റി വീഴുന്നവരെ പോയി ചുറ്റ്. വരട്ടെ. ശ്രീധര, എന്റെ മോളെ നീ വീണ്ടും നരയിപ്പിക്കാൻ കൊണ്ടുപോയണോ? അല്ല, അന്തസ്സായി ജീവിക്കാൻ. അതിനു മുമ്പേ ഞങ്ങൾ രണ്ടായി വെട്ടിമാറ്റിയ എന്റെ അമ്മമാരെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കണം. വാ.
എന്താ പറ്റിയത്? ആർക്കാ എന്താ പറ്റിയത്? ആ തള്ളമാരുടെ ഒരു യോഗേ എന്ത് പറയാനാ? അമ്മ ഇളയമേ മൂത്തമ്മ എവിടെ? മോനെ ശ്രീധര, 10 ജന്മം നരകത്ത് കിടന്നാലും തീരാത്ത പാവമാണ് ഞാനും എന്റെ പെങ്ങന്മാരും നിങ്ങൾ രണ്ടുപേരോട് ചെയ്തത്. എല്ലാം സ്നേഹക്കൂടുതൽ കൊണ്ട് സംഭവിച്ചു പോയ ഒരു തരം സ്വാർത്ഥതയാ. ഈ പാപപരിഹാരത്തിന് ഒരൊറ്റ വഴിയേ കണ്ടുള്ളൂ. പെങ്ങന്മാരെ, നാട് നീളെ നടന്ന് പിച്ച തെണ്ടി തെണ്ടി പള്ളിയിലെത്തണം. തിരിച്ചു വരണമെന്ന് തോന്നിയാ വരും. അല്ലെങ്കിൽ മൂത്തമ്മ ഇളയമ്മയും എന്നെ വിട്ടേച്ച് പോവാണോ? ഇളയമ്മേ, മൂത്തമ്മേ, എന്നാ അറിഞ്ഞ പൊട്ടണോ ചെണ്ട. ഹര ഹരോ ഹര.